പെർഫോമൻസ് ഫാമിലി SUV. ഇതാണ് സ്കോഡയുടെ ഏറ്റവും പുതിയ കോഡിയാക് VRS. VRS എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാദ്യം വരുന്ന ഒക്ടാവിയ VRS ആയിരിക്കും. അതുപോലെ തന്നെ ഫാബിയ VRS ഉണ്ടായിട്ട് VRS എന്ന് പറയുന്നത് സ്കോഡയുടെ പെർഫോമൻസ് ഡിവിഷനാണ്. VRS ആണോ RS ആണോ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്നതിനുള്ള കമൻറ്റിൽ വരാം. എന്തായാലും ഇതൊരു 7 സീറ്റ് ഫാമിലി SUV ആണ്. പെർഫോമൻസ് SUV ആയിട്ടുള്ള ഈ ഒരു വണ്ടിയിൽ ഒക്ടാവിയ RSനേക്കാളും എന്തൊക്കെ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, എത്രത്തോളം സുപ്പീരിയർ ആണ്, പ്രാക്ടിക്കൽ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഓൾ മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. മുംബൈയിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ്, മഴയില്ലെങ്കിൽ നല്ല ചൂടാണ്, നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ കാർ ഓണാക്കി AC ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്നാലേ വണ്ടിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നുള്ളൂ. വേറെ തൊലിക്കുന്നുണ്ട്. എനിവേ വണ്ടി ഇങ്ങനെ ഓണായി നിന്നാലും കുഴപ്പമില്ല എന്നുള്ളത് എനിക്ക് രാവിലെ പ്രൂവായി. നല്ലൊരു മൈലേജ് കിട്ടി. 7.5 ലിറ്ററിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്ന കോഡിയാക്ക് ലോങ് ടേമിൽ കിട്ടുന്ന മൈലേജ് തന്നെ ആയതുകൊണ്ട് വിഷമം ഉണ്ടായിരുന്നില്ല. ഒരു കാര്യമുള്ള കോഡിയാക്കിൻ്റെ RS ആണെങ്കിൽ കൂടി ഒരു ഫാമിലി വെഹിക്കിൾ തന്നെയാണ്, ഫാമിലി SUV ആണ്. എന്നാൽ RSൻ്റെ എല്ലാ എലമെൻറ്റും കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമുക്ക് പുറത്തും ഉള്ളിലധികം അത് തന്നെ പെർഫോമൻസും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കുറേ സ്മാർട്ട് ഫീച്ചേഴ്സ് കോഡയിൽ വരുന്നത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതിൽ വന്നിരിക്കുന്ന ക്രിയേറ്റഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടുമാണ്. അത് രസമുണ്ട്. എനിവേ നമുക്ക് പുറത്തെല്ലാം തന്നെ ഓരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും RS എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി കണ്ടുവന്നിട്ടുള്ളത് പെർഫോമൻസ് വെഹിക്കിളായിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഒക്ടാവിയ RSും ലോറ RSും പിന്നീട് ഒക്ടാവിയ RS എല്ലാം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നിട്ടില്ലെങ്കിലും ഫാബിയ RS ഇൻ്റർനാഷണലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ റാലിയിലും റേസിങ്ങിലെല്ലാം തന്നെ അത്യാവശ്യം പെർഫോം ചെയ്ത് RSൻ്റെ ആയിട്ടുള്ള ഒരു മുഖമുദ്ര അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു കോഡിയാക്കിൽ ആദ്യമായിട്ട് ഒരു SUVയിലൊരു പെർഫോമൻസ് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ബേസിക്കലി ഇതിൽ വന്നിരിക്കുന്ന പ്ലാറ്റ്ഫോം നമുക്ക് സുപരിചിതമായിട്ടുള്ള MQB പ്ലാറ്റ്ഫോമാണ്. നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന പല ഫോക്സ് വാഗൻ അതുപോലെ തന്നെ സ്കോഡ വെഹിക്കിളിൽ വന്നിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ഇത് തന്നെയാണ് ഗ്ലോഫ് GTAയിൽ വരെ വന്നിരിക്കുന്നത്. അപ്പം ആ പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടി ഇത് SUV ഫോർമാറ്റിൽ വന്നിരിക്കുന്നത്. ഒരു അഡീഷണൽ ഉള്ളത് ഇതിൽ വന്നിരിക്കുന്നത് 4 വീൽ ഡ്രൈവാണ്, ഓ വീൽ ഡ്രൈവാണ്. 4 വീലിലേക്ക് ഡ്രൈവ് പോകുന്നുണ്ട്. എന്നാലും ഫ്രണ്ട് വീൽ ഡ്രിവൺ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ആ ഒരു ഓയിൽ ഡ്രൈവ് വന്നുകൊണ്ടുള്ള പെർഫോമൻസിൽ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. പുറമേ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ആദ്യം നോക്കാം. എന്തായാലും ഇതിൽ നല്ല രസമുള്ള എക്സോസ്റ്റ് ഉണ്ട്. എൻജോയ് ഇറ്റ്. കോഡയൊക്കെ നിങ്ങൾ കണ്ടതായതുകൊണ്ട് തന്നെ ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ മാത്രമേ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗ്രില്ല്, അതുപോലെ തന്നെ VRS ലോഗോ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന മെഷ് ഗ്രില്ലും കുറച്ചുകൂടി സ്പോട്ടിയ ക്യാരക്ടർ ഉണ്ട്. ഇവിടെ വന്നൊരു ബമ്പറിലുള്ള ട്രീറ്റ്മെൻറ്റിൽ എയർ വെൻറ്റ് വന്നത് ഒരു അട്രാക്ഷനാണ്, പേർപ്പസ്ഫുള്ളാണ്. പിന്നെ ഇതിലൊരു ആകർഷണമായി നിൽക്കുന്നത് DRL ട്രീറ്റ്മെൻ്റ് ആണ്. ഇവിടുന്ന് വരുന്ന DRL അപ്പുറം എത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട്. അത് ഈ ഡോട്ടായിട്ട് ഗ്രില്ലിൻ്റെ ഇടയ്ക്ക് കാണുന്നത് സ്കോഡായത് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈൻസും കാര്യങ്ങളും തന്നെ സ്പോട്ടിയർ ആയിരുന്നു ആദ്യം തന്നെ, അതങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തു. ഇതിൽ വന്നിരിക്കുന്ന വീല് ഡിഫറെൻ്റ് ആണ്. 20 ഇഞ്ചിൻ്റെ വീലാണ്, ഡിഫറെൻറ്റ് കട്ടാണ് വന്നിരിക്കുന്നത്. സ്കോഡയുടെ ലോഗോ കാണാം. അതുപോലെ തന്നെ ഇതിലൊരു കാലിപ്പർ റെഡാക്കി കൊടുത്തിട്ടുണ്ട്. അത് ബ്രേക്കിനെ കുറിച്ച് വേറെ തന്നെ പറയുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന 235/45 ടയർസാണ്. ഹാൻകോക്കിൻ്റെ ഇവോ എഡിഷൻ ആയിട്ടുള്ള ടയറുമാണ്. കുറച്ച് പെർഫോമൻസ് ടയറാണ്. പിന്നെ പെർഫോമൻസ് അധികം ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സാധാ കോഡിയാക്കിൽ നിന്ന് വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കാണ്. ഡബിൾ പിസ്റ്റണോട് കൂടി വന്നിരിക്കുന്ന ബ്രേക്ക് സിസ്റ്റമാണ്. അത് ഈ റെഡ് കാലിപ്പറിലൂടെ നമുക്ക് ആ പെർഫോമൻസ് ഫീൽ ചെയ്യും. സൈഡിൽ ഡിസൈനിലൊരു മാറ്റമില്ല. എസ്തെറ്റിക്കലി കറുപ്പ് കളറാണ് സൈഡ് വ്യൂ മിററിനും അതുപോലെ തന്നെ റൂഫ് റെയിലിനും കൊടുത്തിട്ടുണ്ട്. ഇതും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ വരുന്നില്ല പ്രൈവസി ക്ലാസ് വരുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്ത ഫീലാണ് ഉള്ളത്. അത് കാരണം ഡീപ്പ് പില്ലറിൽ ഈ കോട്ട ഗ്ലാസിൻ്റെ എലമെൻറ്റെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. റെഡ് കളറായതുകൊണ്ട് തന്നെ ഒരു അപ്പീലായിട്ട് നിൽക്കുന്നുണ്ട്. റിയറിൽ വരുമ്പോൾ നമുക്ക് കാണാവുന്നത് VRS ലോഗോ ആണ് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ താഴേക്ക് ബമ്പറിൻ്റെ മേലെ സ്പോട്ടിയർ എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റേ കോഡിയാക്കിൽ പ്ലെയിൻ ആണ്. 2 എക്സോസ്റ്റ് ഉണ്ട്. രണ്ടിലും തന്നെ എക്സോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റിയൽ എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. ബാക്കി ഈ ബ്ലാക്ക് കളറിലുള്ള ലോഗോയും ഒരു ആകർഷണീയമാണ്. ഈ ഒരു റിയർ സ്പോയിലറും ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോട്ടി ക്യാരക്ടർ നൽകുന്നുണ്ട്. പിന്നെ ബൂട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണ്. 3rd റോ സീറ്റ് നിവർത്തി വെച്ചിട്ടും 340 ലിറ്ററാണ് ബൂട്ട് വരുന്നത്. അതിൽ നമുക്ക് ഇവിടെ താഴെ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ സ്പേസിലും കുറച്ച് എന്തെങ്കിലും സാധനങ്ങളെല്ലാം വെക്കാൻ പറ്റും. ട്രേ അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ട്രേക്ക് വേറെ സ്പേസ് നോക്കണ്ട. ഇവിടെ ഒരു എക്സ്ട്രാ മാറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെറ്റ്സിനെ വെക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഴുക്കുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3rd റോ സീറ്റും ഫോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2nd റോ ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അത്രയും ഫോൾഡായി നിന്നാൽ അത്രയും ബൂട്ട് സ്പേസ് ലഭിക്കും. പ്രാക്ടിക്കലാണ്. ഇനി നിവർത്തണമെങ്കിലും പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന്
വലിച്ചു വിട്ടാൽ മതി. കോഡയാക്കിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ RSൽ വന്നിരിക്കുന്ന കുറേ എസ്തെറ്റിക്കൽ ഡിഫറൻസ് ആണെങ്കിലും 1-2 മേജർ ചേഞ്ചസ് ഉണ്ട്. അത് ഞാൻ ആദ്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീല് നോർമൽ കോഡയാക്കിൽ വന്നിരിക്കുന്നത് 2 സ്പോക്കാണ്. VRSൽ വന്നിരിക്കുന്നത് 3 സ്പോക്കാണ്. അത് ഇവിടെ ഒരു അഡീഷണൽ സ്പോക്ക് വരുന്നുണ്ട്. ഫ്ലാറ്റ് ബോട്ടമാണ്, ലെതർ റാപ്ഡ് ആണ്, റെഡ് സ്റ്റിച്ചും വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ മേജർ ഡിഫറൻസ് ഉള്ള സീറ്റാണ്. ഫുള്ളി സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്പോട്ടി സീറ്റാണ്. നല്ല ബാക്ക് റെസ്റ്റും നല്ല സൈഡ് ബോസ്റ്റേഴ്സും നമുക്ക് തൈ സപ്പോർട്ടെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള പെർഫറേറ്റഡ് ആയിട്ടുള്ള സീറ്റാണ്. ഇതിൽ തന്നെ സീറ്റ് കൂളിങ്ങും ഹീറ്റിങ്ങും വരുന്നുണ്ട്. നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സോളിഡ് സീറ്റാണ്. നല്ല ശരിക്കും നല്ല പ്രൊഫഷണൽ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ലെതറായിട്ടും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഇൻറ്റീരിയറും ബ്ലാക്കാണ്. അതിന് റെഡ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് പുറത്തെല്ലാം നമുക്ക് അൽക്കണ്ടറ ലെതറും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ട്രിം ഒരു മെറ്റൽ ട്രിമ്മാണ്. ഒരു വീവ്ഡ് ആയിട്ടുള്ള മെറ്റൽ ഫീലുള്ളത്. അതും രസമുണ്ട്. അതിൻ്റെ തന്നെ പുറത്ത് ഓപ്ഷൻസ് നമുക്ക് ഇന്ത്യയിൽ ഇതാണ് വരുന്നത്. പിന്നെ വന്നിരിക്കുന്നത് റെഡ് കളറാണ്. ഇൻസ്ട്രുമെൻറ്റ് കൺട്രോൾ അത് സ്പോട്ടി ക്യാരക്ടർ ലഭിക്കാനുള്ള രീതിയിലുള്ള നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് കണ്ട് പരിചിതമായിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് ആണ്. എർഗണോമിക്സ് നല്ലതാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് 2 ഫോൺ വെക്കാം. അതിൽ ഇൻഡക്ഷൻ ചാർജിങ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ചെറിയ കപ്പ് ഹോൾഡറും വലിയ കപ്പ് ഹോൾഡറുണ്ട്. ബോട്ടിൽ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡറുണ്ട്. ഇത് അത്രയും ബോട്ടിലിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഗ്ലോ ബോക്സ് ഉണ്ട് അത്യാവശ്യം വലിയ. സൈഡിൽ വന്നിരിക്കുന്ന 2 ഡോർ പാഡിലുള്ള സ്പേസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. വാട്ടർ വലിയൊരു ബോട്ടിൽ വെക്കാനുള്ള സ്പെല്ലുണ്ട്. അങ്ങനെ ഒരുപാട് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സൗണ്ട് സിസ്റ്റമാണല്ലോ. കാൻറ്റൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. അത് അത്യാവശ്യം നല്ല മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ കൊഡാക്ക് ഒരു ഫാമിലി SUV ആയതുകൊണ്ടും ഒരു പ്രീമിയം വണ്ടി ആയതുകൊണ്ടുള്ള ആ ഒരു പ്രീമിയംനെസ് നമുക്ക് സോളിഡായിട്ട് ഫിറ്റ് ഫിനിഷിലും ബിൽഡ് ക്വാളിറ്റിയിലും മെറ്റീരിയൽ യൂസേജിലെല്ലാം ലഭിക്കുന്നുണ്ട്. ആ സ്പോട്ടിനെസ് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സും കൂടെ വരുന്നുണ്ട്. താഴെ നമുക്ക് വന്നിരിക്കുന്ന പാഡൽസ് എല്ലാം തന്നെ മെറ്റൽ ഫിനിഷുമാണ്. ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ്. ഡിഫറൻസ് മെയിൻലി ഈ 2 ഫീച്ചേഴ്സാണ്. പിന്നെ ട്രിം ഡിഫറൻസ് ആണുള്ളത്. അതുപോലെ തന്നെ 2 USB ചാർജ് ഫ്രണ്ടിലും റിയറിലും വരുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ഈ ഒരു കൺട്രോൾ നോബ് മൾട്ടിപ്പിൾ യൂസിനാണ്. ഫാൻ കൺട്രോൾ ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കൺട്രോൾ ചെയ്യുക, ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇക്കോ ഉണ്ട്, സ്പോട്ട് ഉണ്ട്, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കംഫർട്ട്, സ്നോ, ഇങ്ങനത്തെ ഒരുപാട് മോഡുണ്ട്. ഫൈനലി ഇൻഡിവിജ്വലുണ്ട്. നമ്മൾ കംഫർട്ടിലാണ് ഓടിക്കൊണ്ടിരുന്നത്. സ്പോട്ട് ആക്കുമ്പോൾ നമുക്കൊരു ഡിഫറൻസ് ഉള്ള സ്പോട്ട് എക്സോസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് എന്തായാലും കേൾക്കാം. സെക്കൻഡ് റോ സീറ്റ് വളരെ കംഫർട്ടബിൾ തന്നെയാണ്. കോഡയാക്കിൽ നമ്മൾ കണ്ടതാണ്. ഇതിലിപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു സ്റ്റിച്ചിങ്ങും അതുപോലെ കറുപ്പ് കളറും എല്ലാമാണ് കോഡയാക്ക് RSൻ്റെ ആയിട്ടുള്ള എലമെൻറ്റ് നിൽക്കുന്നത്. നമുക്ക് സീറ്റ് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലേക്കാണ് ഇത്രയും മുന്നോട്ട് പോകാം, ഇത്രയും ബാക്കോട്ട് പോകാം. അതുപോലെ തന്നെ റിക്ലൈനിങ്ങും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും റിക്ലൈൻ ചെയ്തിരിക്കാം. ഇത് നമ്മൾ വണ്ടിയിൽ എത്രത്തോളം ആൾക്കാരുണ്ട്, ബാക്കിൽ ആളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്തായാലും കോഡയാക്ക് സെക്കൻഡ് റോ സീറ്റ് കംഫർട്ടബിളാണ്. 3 പേർക്ക് ഇരിക്കാം. അതിൽ 2 മുതിർന്നവർക്ക് ശരിക്കും ഇരിക്കാൻ പറ്റും. ഇനി 3ാമത് ഒരാൾ ഇരിക്കണമെങ്കിൽ ഈ ഒരു ട്രേ റിമൂവ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് അഗൈൻ എ സ്മാർട്ട് തിങ്. ട്രാൻസ്മിഷൻ ടണലുണ്ടെങ്കിലും കുറച്ച് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഇരിക്കണമെങ്കിൽ ഇരിക്കാം. ഇത് നമുക്ക് എടുത്ത് തട്ടാനും ക്ലീൻ ചെയ്യാനെല്ലാം പറ്റുന്നൊരു സ്മാർട്ട് ഫീച്ചറാണ്. അപ്പോൾ സ്കോഡൻ്റെ കുറേ സ്മാർട്ട് ഫീച്ചറിൽ ഒന്ന് തന്നെയാണ് ഇത്. ഓക്കെ. പിന്നെ റിയറിലൊക്കെ AC വെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് സ്ക്രീന് നമുക്ക് കൊണ്ടുവന്നിട്ട് വെക്കാൻ പറ്റും. നമ്മുടേതായിട്ടുള്ള സ്ക്രീന് കൊണ്ടുവന്ന് വെക്കാം. പിന്നെ വരുന്ന മറ്റൊരു സ്മാർട്ട് ഫീച്ചറാണ് ഇവിടെ ഫോൺ വയ്ക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ വേറെ പോക്കറ്റ് ഉണ്ടെങ്കിലും ഫോൺ വയ്ക്കാനുള്ള പോക്കറ്റ് ഉണ്ട്. നമുക്ക് ഇതുപോലെ ബ്ലൈൻഡ് വരുന്നുണ്ട്. അതും സൺഷെയ്ഡ് പ്രത്യേകിച്ച് ഇങ്ങനെ ചൂടുള്ളപ്പോൾ നല്ലതാണ്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു റെഡ് എലമെൻറ്റും എല്ലാം കാണാം. ഇതെല്ലാം സ്കോഡിയ RSൻ്റെ എലമെൻ്റായിട്ട് വന്നിരിക്കുന്നതാണ്. ഡ്രോബാക്ക് എന്നുള്ള ഈ സീറ്റ് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്ത് ഓട്ടി കാണാൻ ഭംഗിയുണ്ട്. റിയറിന് അത്യാവശ്യം ബ്ലോക്ക് ചെയ്യുന്നുണ്ട് പുറത്തേക്കുള്ള വ്യൂ. അതാണ് ഒരു ഡ്രോബാക്കിൽ. പിന്നെ ഇത്രയും വലിയ സൺറൂഫ് വരുന്നുണ്ട്, പാനോറമിക് സൺറൂഫ്. ഞാൻ തുറക്കുന്നില്ല, നല്ല ചൂടാണ്. നിങ്ങൾക്ക് എന്താണെന്നുള്ള അറിയില്ല, അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യേണ്ടതില്ല. തേർഡ് റോ എങ്ങനെയുണ്ട് നോക്കാം. തേർഡ് റോയിലേക്ക് ഞാൻ കയറാൻ മുതിർന്നില്ല. കുട്ടികൾക്കുള്ള സീറ്റ് തന്നെയാണ്. നമ്മൾ കോഡയാക്കിൽ കണ്ടാണ്. ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. സാധാരണ ഇങ്ങനെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് അതിലേക്ക് കയറണം. അത് കുറച്ച് ടൈറ്റാണ്. അതെല്ലാം നമുക്ക് ഈ ഒരു സീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ അത് നമുക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. അപ്പോൾ ഇങ്ങനെ സീറ്റ് ഫോൾഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് തേർഡ് റോ സീറ്റിലേക്ക് കയറാൻ പറ്റും. സോ ബേസിക്കലി ഇറ്റ്സ് എ 5+2 സീറ്റ്. ബട്ട് കുട്ടികൾക്കെല്ലാം ആണെങ്കിലും കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും. പുതിയ കോഡയാക്ക് VRSലാണെങ്കിലും റെഗുലർ കോഡയാക്കിലാണ് ഇങ്ങനൊരു സാധനം നമുക്ക് ഇവിടെ സെൻട്രൽ കോൺസോളിൽ കാണാം. എന്താണെന്ന് വല്ല നിശ്ചയം ഉണ്ടാവും. ഇത് ആക്ച്വലി നമുക്ക് സ്ക്രീന് തുടയ്ക്കാനുള്ള ഒരു ഫീച്ചറാണ്.
വളരെ യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കയ്യാടകളെല്ലാം പെട്ടെന്ന് തുടയ്ക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ തുണി ഉണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പം ഒഴുക്കുള്ള തുണിയിലാണെങ്കിൽ അങ്ങോട്ടും ഒഴുക്കാവും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്മാർട്ട് ഫീച്ചേഴ്സ് ഉള്ളതിൽ ഒന്നാണ് നമ്മളെ സ്കോഡയിൽ വന്നിട്ടുള്ള കുട. അത് ഇതിലും വന്നിട്ടുണ്ട്. ഈ കുട ഞാൻ തുറക്കുന്നില്ല. പിന്നെ വന്നിരിക്കുന്ന ഈ ഒരു ഫീച്ചർ, ഇത് ശരിക്കും പറഞ്ഞാൽ ഡോർ അടയ്ക്കുമ്പോൾ പോവും, തുറന്നാൽ പുറത്ത് വരും. ഇത് ആക്ച്വലി ഡോറിൻ്റെ ഏറ്റവും അറ്റം ആയിട്ട് നിൽക്കുന്ന ഭാഗം തുറക്കും മറ്റുള്ളടത്ത് തട്ടാതിരിക്കാനുള്ളതാണ്. മറ്റൊരു ഫീച്ചർ ഉള്ളത് ഇവിടെ വന്നിരിക്കുന്ന വേസ്റ്റ് ബിന്നാണ്. ഈ കവറോട് കൂടി വന്നിരിക്കുന്ന വേസ്റ്റ് ബിൻ നമുക്ക് എടുത്ത് തട്ടാനുള്ള സുഖമാണ്. അതുപോലെ തന്നെ ഇവിടെ വെക്കുന്നത് എല്ലാ ഡോർ പാഡിലും വയ്ക്കുക. നമുക്ക് പെട്ടെന്നും കടല കഴിക്കുകയോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ചെറിയ കളയേണ്ട സാധനങ്ങൾ അതിലിട്ട് വെച്ചാൽ പിന്നീട് നമുക്ക് എപ്പോഴാണ് കളയുക, വണ്ടി സ്മാർട്ടായിട്ട് ക്ലീനായിട്ട് നിൽക്കും. അതുപോലെ തന്നെയുള്ള സ്മാർട്ട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. റിയറിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ട്രേ. അതുപോലെ തന്നെ മറ്റൊന്നുള്ള ഫ്രണ്ടിലാണ്, അതെന്നാണ് ഞാൻ കാണിച്ചത്. ബോണറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നീലൊരു ടോപ്പ് കാണാം. സാധാരണ നമ്മൾ വാഷർ ഫ്ലൂയിഡ് നിറയ്ക്കുന്ന മൂടി മാത്രമുണ്ടോ, ഇതൊരു ഫണൽ പോലെയാണ്. ഇത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എയിമില്ലാതെ ഒഴിക്കുന്നവർക്കോ അല്ല അടിച്ചിട്ട് ഒഴിക്കുന്നവർക്കെല്ലാം പുറത്താവാതെ വെള്ളം ഉള്ളോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഉണ്ടെങ്കിൽ തൊടാൻ പറ്റില്ല, വണ്ടി നല്ല ചൂടായിട്ടുണ്ട്, റബ്ബറുണ്ട്, അതിനും നല്ല ചൂടുണ്ട്. ഇതില്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫീച്ചർ ഏതാണെന്ന് കമൻറ്റ് പറയാം. കോഡിയ കാർസ് വന്നിരിക്കുന്നത് നമ്മൾ ഒക്ടാവിയ കാർസ് കണ്ടിട്ടുള്ള സെയിം 2 ലിറ്റർ TSI എഞ്ചിനാണ്. ഇതിൽ 235 HP പവറാണുള്ളത്. അതുപോലെ തന്നെ 50 Nm ടോർക്ക് മോറാണ്, വെച്ച് ടോട്ടൽ 400 Nm ടോർക്ക് വന്നിരിക്കുന്നത്. 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ്. പക്ഷേ ഒക്ടാവിയ RS ആയിട്ട് വ്യത്യാസമുള്ളത് ഇതിൽ ഓൾ വീൽ ഡ്രൈവ് വരുന്നുണ്ടെന്നുള്ളതാണ്. 0 to 100 6.3 സെക്കൻഡ്സ് ആണ്. 231 ആണ് ടോപ്പ് സ്പീഡ്. ഇതിപ്പോൾ ഓണായി നിന്നിട്ട് ഐഡിയൽ കണ്ടീഷനിലുള്ള ഒരു വർക്കിംഗ് ആണ്. നമുക്ക് ഇതിൽ ഒരു എക്സോസ്റ്റ് വരുന്നുണ്ട്, സ്പോട്ടേക്ക് ക്രിയേറ്റഡ് ആണ്. പക്ഷേ നമുക്ക് നല്ല നോട്ട് കിട്ടുന്നത്, എസ്പെഷ്യലി ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ളിൽ കയറ്റും. പെർഫോമൻസ് ഫാമിലി SUV. ഫാമിലി SUV ആണെങ്കിൽ എന്താ പെർഫോമൻസ് ഉള്ളത് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത് പെർഫോമൻസ് ഇൻ ടേംസ് ഓഫ് ആക്സലറേഷൻ, ഇൻ ടേംസ് ഓഫ് ബ്രേക്സ്, രണ്ടും ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് ബോംബെയിലെ പാം ബീച്ച് റോഡിലാണ്. നല്ല സ്ട്രെച്ച് കാല് കിട്ടി. അപ്പം ഞാൻ ആക്സലറേഷൻ നോക്കി, 6.3 സെക്കൻഡ്സ് ആണ് 0 to 100 അവർ ക്ലെയിം ചെയ്യുന്നത്. അത് ഞാൻ കൗണ്ട് ചെയ്തിട്ടൊന്നുമില്ലെങ്കിലും എനിക്കത് അറിയാൻ പറ്റി. നമ്മളിപ്പം വെറും നോർമൽ മോഡിലായിരുന്നു. നമുക്ക് സ്പോർട്ട് മോഡിൽ കൂടെ നോക്കാം. ഈ സിഗ്നലിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുമ്പം ആ ഫീല്. എനിവേ ബ്രേക്കിംഗ് ഇസ് ബ്രില്യൻറ്റ്. ഈ പറഞ്ഞ പോലെ വെന്റിലേറ്റഡ് ഡബിൾ പിസ്റ്റൺ ആയതുകൊണ്ടുള്ള എഫക്റ്റ് ഇസ് ഗുഡ്. പിന്നെ എഞ്ചിനാണ് മെയിൻ ഹൈലൈറ്റ്. അതിൽ തന്നെ 50 Nm കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്തല്ലോ എത്രയാണെന്നുള്ളത്. സോ ദിസ് ഇസ് ദ പെർഫോമൻസ്. ഇതിൽ 400 Nm ടോർക്ക് ഉണ്ട്. അതിൻ്റെ പുറമെ ഓൾ വീൽ ഡ്രൈവ് ആയിട്ട് 4 വീലിലേക്ക് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ സ്പോർട്ട് മോഡലാണെങ്കിൽ നമുക്ക് ആ ട്രാക്ഷൻ കിട്ടുന്നത് ശരിക്കും അറിയുന്നുണ്ട്. ഈ സൗണ്ട് നമുക്ക് ഉള്ളിലേക്ക് കേൾക്കുന്നത് ആക്ച്വലി ഒരു സ്പീക്കറിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന സൗണ്ടാണ്. റിയറിലും ആ സൗണ്ട് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ളതുണ്ട്. ഓടിക്കുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോഴത്തെ എഞ്ചിനിലെല്ലാം നമുക്ക് ഒറിജിനൽ സൗണ്ടുകൾ കുറേ എണ്ണത്തിൽ ഇല്ലാത്തതാണ്. പക്ഷേ ഒരു നോട്ട് കിട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. മെയിൻലി ഇതൊരു പെർഫോമൻസ് SUV-യിൽ ഞാൻ പെർഫോമൻസ് പാർട്ടാണ് ആദ്യം എംഫസൈസ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ സിറ്റിയിലേക്ക് കയറി കഴിഞ്ഞാൽ റെഗുലർ SUV-നെ കുറിച്ച് നമുക്ക് പറയാം. പെർഫോമൻസിൽ 2-3 കാര്യങ്ങളോട് എനിക്ക് പറയേണ്ടത്. ഒന്ന് സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫീച്ചറിങ് ആണ്. സ്റ്റിയറിങ് കുറച്ചുകൂടിയും ഒരു സോളിഡ് ഫീൽ ലഭിക്കുന്നുണ്ട്. നല്ലൊരു കളറ് G580 ഇപ്പം കാണാൻ പറ്റും, ചൈന ബ്ലൂ. യെസ്. സോ എന്തായാലും ആ ഒരു സ്റ്റിയറിങ്ങിൽ വരുന്നൊരു ഡിഫറൻസ് നമുക്ക് കുറേ കൂടെ കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ള ഡൈനാമിക്സ് ആണ്. ഡൈനാമിക്സ് 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ സ്ട്രേറ്റ് റോഡിൽ നമുക്ക് ശരിക്കും ബാലൻസ് ചെയ്ത് ഫീൽ കിട്ടുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ 1-2 റാമ്പുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഹൈവേയിൽ നിന്ന് കണക്ട് ചെയ്യുന്ന. റാമ്പിൽ കുറച്ച് സ്പീഡിലെടുക്കുമ്പോൾ നേരത്തെ നമ്മൾ വന്നുകൊണ്ട് കാലിയായിരുന്നു. ആ സ്പീഡിലെടുക്കുമ്പോൾ കുറച്ചൊന്ന് ലീനിങ് ഉണ്ട് സൈഡിലേക്ക്. SUV ആണ്, ഹയർ ആണ്. അപ്പോൾ ഒക്ടാവിയ RS കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലീനിങ് ഉണ്ടെങ്കിൽ കൂടി ഡൈനാമിക് ചേസി കൺട്രോൾ DCC പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റേബിളാണ്, കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് ഒരു തരത്തിലും ലൈൻ മാറിപ്പോകുന്ന പോലെ ഒരു മിസ്സാവുന്ന പോലെ ഒന്നും കിട്ടുന്നില്ല. ഇറ്റ് ഫീൽ വെരി കോൺഫിഡൻറ്റ് ടു ഡ്രൈവ് ഇറ്റ്. സോ അതെല്ലാം നമുക്കൊരു പെർഫോമൻസ് SUV-യിൽ നമുക്ക് ഫീച്ചർ ചെയ്യാവുന്ന കാര്യങ്ങൾ.
അതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നല്ല ട്രാഫിക്കിലായി ഞാൻ നോർമൽ മോഡിലേക്ക് വരികയാണ്, വിച്ച് ഇസ് കംഫർട്ട്. അപ്പോൾ കംഫർട്ട് മോഡിൽ നമുക്ക് ശരിക്കും ഒരു റിഫൈൻഡ് റെസ്യൂവിൻ്റെ ഫീൽഡ് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം അക്കോസ്റ്റിക് ഗ്ലാസ് ആണ്. പുറത്തുള്ള സൗണ്ടുകൾ മാക്സിമം കട്ടായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നമുക്ക് ഈ എക്സോസ്റ്റിൻ്റെ സൗണ്ടെല്ലാം വരുമ്പോൾ ശരിക്കും ആ സൗണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിഫൈൻമെൻറ്റ് ഇസ് ഗുഡ്. ഇപ്പം സ്റ്റിയറിങ്ങും സോഫ്റ്റായി, സസ്പെൻഷനും സ്മൂത്തറായി. ഓഫ് കോഴ്സ് 20 ഇഞ്ചിൻ്റെ വീലാണെന്നുള്ളത് കുറച്ച് ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതെന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും ഈ ഒരു ഘട്ടത്തിലെല്ലാം നമുക്ക് ശരിക്കും കംഫർട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് സീറ്റ് ഒരു ഘടകമാണ്, സ്പേസ് ഒരു ഘടകമാണ്. സീറ്റിൽ മെയിൻലി ഫ്രണ്ട് സീറ്റ് നോക്കുകയാണെങ്കിൽ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സീറ്റാണ്. സൈഡ് പോസ്റ്റേഴ്സും അതുപോലെ തന്നെ നല്ല ഹെഡ് റെസ്റ്റ് സപ്പോർട്ട്. ശരിക്കും നമ്മൾ ഇരിക്കുന്ന പോസ്റ്ററിന് ശരിക്കും സപ്പോർട്ടീവായിട്ടുള്ള സീറ്റാണ്. തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിയർ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് വ്യൂ കട്ടാവുന്നുണ്ടെങ്കിലും റിയർ സീറ്റ് സ്പേഷ്യസ് ആണ്, പുറത്തേക്കുള്ള വ്യൂ എല്ലാം കിട്ടുന്നുണ്ട്. 3rd റോ സീറ്റുകളിൽ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് മറ്റുന്നതാണ്, കുട്ടികൾ കാണുന്നുള്ളത്. റെഗുലർലി ഇപ്പോൾ നമ്മൾ ഡേ ടു ഡേ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഉപയോഗിക്കാവുന്ന ഒരു SUV ആണ്. അതിൻ്റെ പുറമെ ഒരു വീക്കെൻഡിൽ ഒരു ഡ്രൈവോ ഫാമിലിയായിട്ട് പുറത്ത് കറങ്ങാൻ പോകുമ്പോഴോ ഇനിയൊരു ചുരം കയറി മലയോര പ്രദേശങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ ആ ഡൈനാമിക്സ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോഡിയാക്ക് RS ഉള്ളത്. അത് തന്നെയാണ് ആക്ച്വലി ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ ഫീച്ചേഴ്സ് വൈസ് നമുക്ക് ഒക്ടാവിയ RSനേക്കാളും ഒരുപാട് ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും എടുത്ത് പറയുന്നൊന്നുമില്ല, പക്ഷേ നമുക്കറിയാം കോഡിയാക്കിലൂടെ നമ്മൾ കണ്ട ഒരുപാട് ഫീച്ചേഴ്സ് അഡീഷണലി കിട്ടുന്നുണ്ട്. പിന്നെ മെയിൻലി എന്താ വെച്ചാൽ വലിയൊരു വണ്ടി തന്നെയാണ്. കോഡിയാക്ക് ആ ഒക്ടാവിൻ്റെ മേലെ നിൽക്കുന്ന സെഗ്മെൻറ്റാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മോർ വാല്യൂ പ്രൊപ്പോസിഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് പ്രൈസ് അറിയില്ല. പ്രൈസ് നമ്മൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 65-70 lakhs എന്നുള്ളതാണ്, വിച്ച് ഈസ് ഡെഫിനറ്റ്ലി മോർ ദാൻ ഒക്ടാവിയ RS. പക്ഷെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നെ എന്താ വെച്ചാൽ ഇന്നത്തെ സാഹചര്യം കൂടെ മനസ്സിലാവും. 50 യൂണിറ്റേ വരുന്നുള്ളൂ ഫസ്റ്റ്, അത് സോൾഡ് ഔട്ടാണ്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് വരുമ്പോൾ നമുക്ക് വണ്ടി എടുക്കണമെങ്കിലും ഈ ഒരു പ്രൈസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇപ്പോൾ സ്കോഡ ഗ്ലോബലി പ്രൈസ് ബാലൻസിങ് നോക്കുന്നുണ്ട്. ഈ ഒരു വണ്ടി UK എനിക്കറിയാൻ പറ്റിയ പ്രൈസ് റൈറ്റ് ആൻഡ് ഡ്രൈവ് ഈ ഒരു കോൺഫിഗറേഷൻ വരുമ്പോൾ 55,000 pounds ആണ്. അത് നോക്കുമ്പോൾ ഇവിടുത്തെ നമ്മൾ 67-70 ലക്ഷം രൂപ തന്നെ വരുന്നത്. ഇന്നിപ്പം നമുക്കറിയാം ഇത് CBU ആയിട്ട് വരുന്നതാണ്. ഇന്ന് ഷിപ്പിംഗ് കോസ്റ്റ് കൂടി. ഈ ഒരു മേഖലയിലുള്ളവർക്ക് അറിയാൻ പറ്റും. കാർഗോ മൂവ്മെൻ്റ് എല്ലാം സ്ലോ ആയി. ഈ പറഞ്ഞ പോലെ വാറും ഹോർമോസ് സ്ട്രേറ്റെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഡിലേയും പിന്നെ ഫ്ലൈറ്റ് ചാർജ് കൂടിയതെല്ലാം തന്നെ കണക്കിലെടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഒപ്റ്റിമൈസ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം പ്രൈസ് എല്ലാം കൂടി വരുന്നത്. ഈ ഒരു ഷിപ്പിംഗ് മേഖലയിലുള്ളവർക്ക് അറിയാൻ പറ്റും ചാർജസ് എല്ലാം ഒരുപാട് കൂടി, കാർഗോ ചാർജസ് എല്ലാം. പിന്നെ മൂവ്മെൻറ്റ് സ്ലോ ആണ്. അപ്പം ഈ ഹോർമസ് സ്ട്രേറ്റ് അടയ്ക്കുന്നതും യുദ്ധവും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൈസ് കൂടേണ്ടതാണ്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു സ്കോഡ അതൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് മേ ബി ഒരു മാർജിൻ കട്ട് ചെയ്തുള്ള ബ്രാൻഡിങ് ഒരു രീതിയിലായിരിക്കണം ഒരു 65-70 കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് എൻ്റെ ഒരു ഊഹമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എനിവേ ഇന്നൊരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ ഡ്രൈവിന് വേണ്ടിയിട്ട് ബോംബെയിൽ വന്നതാണ്. ഒരു 1/2 ദിവസം കൊണ്ടുള്ള ഡ്രൈവുമാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് വണ്ടി കുറച്ച് സമയത്തേക്ക് എല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് നോക്കാൻ പറ്റും. എന്തായാലും ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഐ എം ഇംപ്രസ്ഡ്. ഒക്ടാവിയ RS മിസ്സായവർക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു ഫോർച്യൂൺ ചെക്ക് ചെയ്യാം. അങ്ങനെ ഒരു വണ്ടി വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഇന്ത്യയിൽ ഓൺലി പെർഫോമൻസ് ഫാമിലി SUV ആണ്. ഞാൻ ലക്ഷറി സെഗ്മെൻ്റ് അല്ല പറഞ്ഞത്, പ്രീമിയം സെഗ്മെൻറ്റിൽ. അപ്പം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കളയണ്ട. ഇറ്റ്സ് എ റിയൽ ഗുഡ് ബെറ്റ്. പുതിയ കോഡിയാക്ക് RSൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നായിരുന്നു. ഞാനതായാലും ശരിക്കും എൻജോയ് ചെയ്തു. എന്താണെങ്കിലും വണ്ടീനെ കുറിച്ച് ഒപ്പീനിയൻ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല കമൻറ്റിൽ വരാം. അടുത്തവണ മറ്റൊരു പുതിയ വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വെല്ലി.